എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക്. 16 വയസ്സുകാരനാണ് 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത്. ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞതിന്റെ പേരില് പടച്ചവരെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് 46കാരനല്ല, ചെറിയ മക്കളുടെ കഥയാണോ? എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത്, എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജ വേണം സഹോദരാ, എല്ലാത്തിനും ഒരു നാണം വേണമടാ ചെറുപ്പക്കാരാ, ഒരു മാന്യത വേണ്ടേ മോന്? നീ ഒരു മുസ്ലിം അല്ലേടാ, നീ ഒരു മുസ്ലിം അല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ഈ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നിനക്ക് ഭക്ഷണം തന്നതാരാ? നിന്നെ ജനിപ്പിച്ചതാരാ? നിനക്ക് ജീവൻ തന്നതാരാ? നിനക്ക് സർവ്വതും തരുന്നതാരാ? നിന്നെ ജീവനോടെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവനാരാ? അത് പടച്ച റബ്ബാടാ പൊന്നുമോന്. ആ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ? അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല, അല്ലാതെ പടച്ചവനെ മറന്നു നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. ഇതല്ലടാ ജീവിതം, ഇതല്ലടാ ജീവിതം. യാത്രക്കാരാണ് ചെറുപ്പക്കാരാ. എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് അല്ലാഹുവേ റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാ, യാത്രക്കാരാണ് മക്കള്, യാത്രക്കാരാണ് മക്കള്. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുമല്ലോ, മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് കയറി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മള്. ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിൽ അല്ലാഹുവേ ജനിച്ചപ്പോഴേ ഒരു ചെവിയില് ബാങ്ക് വിളിച്ചു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇന്ന് വരെ നിസ്കരിച്ചില്ലടാ ചെറുപ്പക്കാരാ. ആ ബാങ്കും ഇഖാമത്തും കൊടുത്ത നിസ്കാരം ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാരം ഏതാണെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ. നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് ഇന്ന് ഇശാ നിസ്കരിച്ച് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരോട് മലക്കുകൾ മുസാഫകത്ത് ചെയ്തിട്ട് പറയാ, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലാട്ടാ, നിന്റെ പാപം പുറത്തു, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു. വോട്ട് ലിസ്റ്റിലല്ല, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് വന്നു, അൽഹംദുലില്ലാഹ്, നീ സന്തോഷത്തോടെ പൊക്കോ എന്ന് മുസാഫകത്ത് ചെയ്ത മലക്കുകൾ പറഞ്ഞുവിടും. അതാണ് നിസ്കാരം, അതാണ് നിസ്കാരം. നബിതങ്ങൾ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിസ്കരിക്കുന്നവൻ, സുജൂദിൽ കിടക്കുന്നവൻ, അവന്റെ പാപങ്ങൾ തലയുടെ പെരടിയുടെ മുകളിൽ വന്നിരിക്കും. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും പെരടിയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുന്ന സമയം ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും പടച്ചവനെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാ മടിക്കുന്നവരാ. എന്നാ സഹോദരാ, ഉസ്മാൻ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമപടന്ന് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ മുസ്ലിം സമുദായത്തിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ അമൂല്യമായ നിധിയേതാ? ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നടോ. ലജ്ജ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന് ലജ്ജ എന്താണെന്ന് പോലും അറിയാത്ത കാലമാ. അവർക്ക് നാണമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജയുള്ളവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്. ലജ്ജ ഉള്ളവനെ
ഒറ്റപ്പെടുത്തുന്ന കാലമാണ്. ഉമ്മ പറയുകയാണ്, വാപ്പ പറയുകയാണ്, ഇവന് വല്ലാത്ത നാണമാണ്, ഇവൾക്ക് വല്ലാത്ത നാണമാണ് ആണുങ്ങളോട് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പടച്ചവനെ ഔറത്ത് തുറന്നു വിട്ടുകൊണ്ടിരിക്കാൻ, ചിലരുടെ മുഖത്തൊന്ന് നോക്കാൻ ചില പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വല്ലാത്ത നാണമാടോ. അതുകൊണ്ട് അവർക്ക് മടിയാണ്, എല്ലാവരുടെ ഇടയിലേക്ക് കയറാൻ അവർക്ക് പേടിയാണ്. അങ്ങനെ ഉള്ളവരെ കാണുമ്പോ സ്വന്തം ഉമ്മ പറയുകയാ, അവൾക്ക് വല്ലാത്ത നാണവാ, അവന് വല്ലാത്ത ലജ്ജയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു വാപ്പ തന്റെ മകനുമായി കടന്നു വന്നു. മുത്തി നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവൻ ആൾക്കാരുടെ കൂടെ സഹകരിക്കുന്നില്ല നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, അവിടെ ഉപദേശിക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ലജ്ജയുള്ള ഒരു മകനെ കൊണ്ടുവന്നിട്ട് വാപ്പ പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിയോട് അവനെ വിട്ടേക്കാർ, അവനെ വിട്ടേക്കാർ, കാരണം അത് ഈമാനുള്ളവരുടെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജ. ഇന്നെല്ലാം പോയടോ, ഇന്നെല്ലാം ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയടോ. ഇന്ന് പടച്ചവനെ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ആ ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലാതെ പോയിരിക്കുന്നു. അത് ചെറുപ്പക്കാരാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എന്തിനാ വഴുത കേൾക്കാർ പടച്ചവരിയതാ ഈ മക്കാബിന്റെ അകത്ത് കിടക്കുന്ന മഹാനിന്റെ ഉറൂസിന് കടന്നു വന്ന വാപ്പാ തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? തിരിച്ചു പോകുമ്പോ പോകുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? ഈ ഉറൂസിൽ വന്നവര് തിരിച്ചു പോകുമ്പോ പലരും പടച്ചവനെ മുണ്ടു മടക്കി ഉടുത്തുകയാണ്. മുട്ടിന്റെ പുകൾ ഭാഗം വരെ കാണാറ്, മുട്ടുപക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാത്ത ആരുമില്ല. എന്നാ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇറച്ചിക്കടയില് പോത്തിന്റെ കാല് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ വാപ്പ മുടിയൊക്കെ നരച്ചു പോയ പിതാവ് തന്റെ മുണ്ട് മടക്കി ഉടുത്തിട്ട് തുടയിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു കൊണ്ടുപോകുന്ന കാലമാ. പടച്ചവനെ, നാട്ടുകാരുടെ മുമ്പില് പ്രായം പോലും മറന്നുകൊണ്ട് ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ഉപ്പമാരുണ്ടല്ലോ. ഉമ്മമാരേ, അല്ലാഹുവിന്റെ വലിയല്ലേ കിടക്കുന്നത്, സാധാരണ ആളല്ലല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ കിടക്കുന്നത് സാധാരണ ആൾക്കാരല്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചവരല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരല്ലേ. ഈ വലിയനെ കാണാൻ വരുമ്പോ, ഈ ഉറൂസിനെ കടന്നു വരുമ്പോ ആ മുസ്ലിമീങ്ങൾ വരെ സാരിയുടെ തുമ്പെടുത്ത് തലയിലിടാറില്ലേ, അതാ ചുരിദാറിന്റെ ഷാളെടുത്ത് തലമറയ്ക്കാറില്ലേ. ബഹുമാനത്തോടെ ആദരവോടെ ഉപ്പാന്റെ മക്കാമിന്റെ മുമ്പിൽ വരുമ്പോ ഫർദയിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങള്, തലയിൽ തുണിയിടാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ടടോ, എത്രയോ ഉമ്മമാരുണ്ടടോ. അവർക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണടോ, ഒന്ന് കറങ്ങാൻ കിട്ടുന്ന ചാൻസ് ആണടോ, പലരെയും കാണാൻ പറ്റുന്ന അവസരമാണടോ. അവർക്കതൊന്നും കുഴപ്പമില്ലടോ. ഒരു പെണ്ണിന്റെ ഒരു മുടി പോലും ഔറത്താ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് കണ്ടല്ലോ. മിഅ്റാജ് രാവിലെ എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാ. സഹോദരിമാരെ, പെങ്ങളെ, തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളുടെ തലയിൽ ഒരു പൊപ്പി വെച്ച് കൊടുക്കുകയാ.
ഒരു തൊപ്പി വെച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള തൊപ്പി. അല്ലാ, തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകും പെണ്ണ്. കള്ളു കുടിച്ചവന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചവന്റെ ശിക്ഷയല്ല, സിഹ്ർ ചെയ്തവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തവന്റെ ശിക്ഷയല്ല. പെങ്ങളെ, അല്ലാഹു തലയിൽ ഒരു തൊപ്പി ധരിപ്പിക്കുകയാണ്. ശരീരം മുഴുവനും മുഖത്തുകൂടെ തലച്ചോറ് വരെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇവര് ചെയ്ത പാപം എന്തെന്നറിയോ? തലമറയ്ക്കാതെ നടക്കുന്ന ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഇന്ന് നാണമെന്ന് പറയുന്നതില്ലടോ. അതാണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവർക്കുമില്ല, ചെറുപ്പക്കാർക്കുമില്ല. പഠിച്ചവനെ, എന്തേ മുസ്ലിമേ ലജ്ജയില്ലാതെ പോയത്? ലജ്ജയില്ലാതെ പോയത് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് പരസ്യമായി നടക്കുകയാണ്. പണ്ട് തെറ്റു ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നടോ. ഒരു ഫോട്ടോ എടുക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വരാ പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇന്ന് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അവര് ഫർദ് ധരിച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുകയാണ്. ബീച്ചിൽ പോയാൽ, കടപ്പുറത്ത് പോയാൽ, ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് മറിയടോ ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്നത് കണ്ടാ വല്ലാത്ത സങ്കടമാണ്. പണ്ടൊക്കെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ പുറത്തിറങ്ങാറില്ല. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ ഗാനമേള നടന്നപ്പോ അല്ലാഹുവേ, തല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാ പടച്ചവര് ബേക്കൽ പരിപാടി നടത്തുമ്പോ അവിടെയും പടച്ചവനെ പെങ്ങന്മാരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തേ, ഇത് വല്ലാത്ത കളിയാ, ഇത് വല്ലാത്ത ആഘോഷമാ. ഇത് പറയുമ്പോ യുവതലമുറ പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാ, ജീവിതമെന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അത് ആലിമാണെങ്കിലും, അത് കമ്മറ്റിക്കാരാണെങ്കിലും, അത് ഉസ്താദന്മാരാണെങ്കിലും, അത് കുടുംബക്കാരാണെങ്കിലും തന്ത വൈബിന്റെ കാലമല്ലേ. സ്വന്തം വാപ്പയെ പോലും കളിയാക്കുന്ന യുവത്വമേ, അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന 10, 12, 15 വയസ്സുള്ള പെൺകുട്ടികൾ, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ, മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ്? ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടടോ, പരിഹസിക്കുന്നവരുണ്ടടോ, അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നാളെ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്ക്. 16 വയസ്സുകാരനാണ് 14 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത്. ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞതിന്റെ പേരില് പഠിച്ചവരെ കൊലപാതകങ്ങൾ വരെ നടക്കുന്നത് 46കാരനല്ല, ചെറിയ മക്കളുടെ കഥയാടോ. എന്തൊക്കെ വാർത്തകളാ വായിക്കുന്നത്, എന്തൊക്കെ സങ്കടകരമായ വാർത്തകൾ കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലജ്ജ വേണം സഹോദരാ, എല്ലാത്തിനും ഒരു നാണം വേണമടാ ചെറുപ്പക്കാരാ. ഒരു മാന്യത വേണ്ടേ മോന്? നീ ഒരു മുസ്ലിം അല്ലേടാ, നീ ഒരു മുസ്ലിം അല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ആരാടാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ഈ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നത്? അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല. നിനക്ക് ഭക്ഷണം തന്നതാരാ? നിന്നെ ജനിപ്പിച്ചതാരാ? നിനക്ക് ജീവൻ തന്നതാരാ? നിനക്ക് സർവ്വതും തരുന്നതാരാ? നിന്നെ ജീവനോടെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നവനാരാ? അത് പടച്ച റബ്ബാടാ പൊന്നുമോന്. ആ അല്ലാഹു
അള്ളാഹുവാണ് നിന്നെ പടച്ചത്. എന്തിനാണ് പടച്ചവനെ പറയുന്ന രീതിയിൽ അനുസരിക്കാനാ, അല്ലാതെ തോന്നിവാസികളെ പോലെ ജീവിക്കാനല്ല, അല്ലാതെ പടച്ചവനെ മറന്നു നടക്കാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. ഇതല്ലടാ ജീവിതം, ഇതല്ലടാ ജീവിതം. യാത്രക്കാരാണ് ചെറുപ്പക്കാരാ. എന്റെ വയല് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികളോട് അല്ലാഹുവേ റീലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന യുവതലമുറയോട് പറയുകയാ, യാത്രക്കാരാണ് മക്കള്, യാത്രക്കാരാണ് മക്കള്. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് അതാ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുമല്ലോ, മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം വീട്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് കയറിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മള്. ആ ഓർമ്മ വേണം ചെറുപ്പക്കാരാ. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് യഥാർത്ഥ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയണമെങ്കിൽ അല്ലാഹുവേ ജനിച്ചപ്പോഴേ ഒരു ചെവിയില് ബാങ്ക് വിളിച്ചു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. ഇന്ന് വരെ നിസ്കരിച്ചില്ലടാ ചെറുപ്പക്കാരാ. ആ ബാങ്കും ഇഖാമത്തും കൊടുത്ത നിസ്കാരം ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ആ നിസ്കാരം ഏതാണെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നെല്ലിക്കുന്ന പള്ളിയുടെ മുമ്പിലേക്ക് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ ആരും പറയാറില്ല, ബാങ്ക് വിളിച്ചില്ല, ഇഖാമത്ത് കൊടുത്തില്ല. നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ, നേരത്തെ വിളിച്ചു വച്ചിരിക്കുകയാ. മരിച്ചാ കുളിപ്പിക്കണം, പൊതിയണം, കബറ കുടിക്കണം, കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് കബറടക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണമെന്താ? ആ സ്വഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളോട് തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല, ഇന്നത്തെ പെൺകുട്ടികളോട് തലമറയ്ക്കാൻ പറയുന്നില്ല, ബാക്കിയെങ്കിലും ഒന്ന് മറച്ചാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തലമറയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അത് കാരണം എന്താ അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കണില്ല. നേരത്തെ പണ്ട് ഉസ്താദന്മാര് തലമറയ്ക്കാനാ പറയണേ, ഇപ്പൊ പറയുന്നത് തലമറയ്ക്കാനല്ല, ബാക്കിയുള്ളതെങ്കിലും ഒന്ന് മറയ്ക്കും മക്കളെ. ആൺകുട്ടികളോട് പറയുന്ന, മോനെ എടാ ഈ നിക്കറിട്ടുകൊണ്ട് നടക്കണ പരിപാടി ഒന്ന് മാറ്റിയിട്ട് എടാ ഒന്ന് നല്ല വസ്ത്രം ധരിക്കും മോനെ, അള്ളാനെ ഭയന്ന് ജീവിക്കണം മക്കളെ, ലജ്ജ വേണോടാ. എടാ നീയേ ഇങ്ങനെ ആയിപ്പോയി, നാട്ടുകാരെ കൂടെ നരകത്തിൽ കൊണ്ടുപോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീയേ ഇങ്ങനായി, വാപ്പ വാത് കഴിഞ്ഞ് പോകുമ്പോ കാണണം ഒരു ഉടുത്തുണ്ടോ. സുബ്ഹാനല്ലാഹ്, വാപ്പ മുണ്ടം കിട്ടും മടക്കി ഉടുത്തിട്ട് ഇങ്ങനെ തൊടയിൽ അടിച്ചോണ്ടാ പോണെ, കണ്ടോ കണ്ടോന്ന്. എന്താ വാപ്പ നിന്റെ മുടിയും നരച്ചു, പ്രായമായി, ഒരുപാട് രോഗങ്ങളായി, എന്നിട്ട് നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലജ്ജയില്ലാത്തവനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
ലജ്ജയില്ലാത്ത ഒരാളെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പിന്നെ തോന്നുന്ന പോലെ ജീവിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണം ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. അള്ളാഹു അതിന്റെ 4 അംശമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അതിന്റെ ഒരു അല്പമെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമായിരുന്നു. പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ. അന്ന് പെണ്ണുങ്ങളിൽ പലരും സ്കൂളിൽ പോകാറില്ല. ചോദിച്ചാൽ പറയും ഫോട്ടോ എടുക്കുന്നത് കാരണം പോകത്തില്ല. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ നോക്കിക്കേ, ആ ഉമ്മ ഇന്നവർ ഉമ്മയായി. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച താത്ത ഇന്ന് മക്കളെയും കെട്ടിച്ച് കൊച്ചുമക്കളെയും കെട്ടിക്കാൻ പ്രായമായി. പക്ഷെ ഇപ്പോഴോ, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അന്ന് പഠിച്ചവർക്ക് ഇന്ന് ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് ഗ്രൂപ്പുകളുടെ കാലമാണ്. ഇന്ന് എല്ലാത്തിനും ഗ്രൂപ്പാ. 1985 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാ CC അടഞ്ഞ് തീരാറായി. എല്ലാത്തിനും ആണിനും പെണ്ണിനും CC അടഞ്ഞ് തീരാറായി. 2025 ഏറ്റവും കൂടുതൽ ഒളിച്ചോടിയതും കുടുംബ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഈ ഗ്രൂപ്പുകളാണ് എന്ന് പഠിപ്പിക്കുക കണക്കുകൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2ാമത്തെ ഗുണം സദഖ കൊടുക്കുന്നതിൽ വല്ലാത്ത ഒരു ലഹരിയായിരുന്നു ആ സഹാബിക്ക്. സദഖ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പടച്ചവനെ, നമ്മൾ പള്ളി പണിയാണ് സദഖ കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ 2ാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, 2ാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ 3ാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ, അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ
മൂന്നാമതും എഴുന്നേക്കുകയാണ്. നബിയേ 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങളെ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തൊന്ന് ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. ഉസ്മാൻ പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ, ആരാ സ്വഹാബ, ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല, നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ. അവിടെ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ,
അല്ലാഹുവേ ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ, വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്, പടച്ചവരെ കിണറ്റിലെ വെള്ളം പറ്റിപ്പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ.